അവരുടെ പരിജ്ഞാനക്കുറവ് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മുറിവിച്ചു. അവരുടെ ആഴമായ ഹൃദയത്തിൽ മുറിവ്, അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ദീനരോദനം ഞാൻ കേൾക്കാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നുപോയി ഒരു രോഗവിവരം അറിയുമ്പോൾ അവരെ തണുപ്പിക്കുന്ന, ഇത് സാരമില്ല, ഇനി ക്യാൻസർ ആണെങ്കിൽ പോലും ഇത് ചെറിയൊരു രോഗമത്രേ, ഇത് വേഗം ഭേദമാകുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു മാരക രോഗം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു അപകടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു തകർച്ച വന്നപ്പോൾ അതവന് വരേണ്ടതായിരുന്നു, അത് ഇതിനു മുമ്പേ കിട്ടേണ്ടതായിരുന്നു, ദൈവം കൊടുത്ത പ്രതിഫലമാണ്, ദൈവം അവനെ സന്ദർശിച്ചു, അവനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് 4 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ നമ്മുടെ ജീവിതം? ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവരെ തണുപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ, നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾക്കിടയാക്കട്ടെ. നാവ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ചെറുതെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്ന തീ അത്രയെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. കാട്ടുതീ പോലെയാണ് വാർത്തകൾ പരക്കുന്നത്. തീ നമ്മൾക്ക് ഈ വേനൽക്കാലത്തൊക്കെ മലപ്രദേശങ്ങളിലൊക്കെയും ഉഴവ് വെട്ടി കത്തിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. കാട് വെട്ടിയിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ച് അതിനരിയിൽ വെച്ച് കൊടുത്താൽ മതി. അത് നിമിഷ നേരം കൊണ്ട് കത്തിപ്പറന്ന് ആ പ്രദേശത്ത് മുഴുവനും വ്യാപിച്ച് മുഴുവനും കത്തിച്ചാമ്പലാക്കും. ഇതുപോലെയാണ് നാവ് കൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികൾ. ഒരു വ്യക്തിയെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, ആ വ്യക്തി ഈ കാട്ടുതീ പോലെ ആ വാർത്ത പരത്തിക്കൊണ്ട് ദേശത്തെമ്പാടും കടന്നു പോകും. ഇവിടെ ഒരു ചെറിയ തീ വെച്ച് കൊടുത്തേ ഉള്ളൂ, ഒരു വ്യക്തിയോട് ആ വ്യക്തി ആ കാര്യമൊന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് പോയി വലിയ തീയായി കത്തി, അത് ഒരിക്കലും കെടുത്താൻ കഴിയാത്ത, അത് കത്തിച്ചപ്പോൾ ചെറുതായിരുന്നു, എന്നാൽ അത് പടർന്ന് വലുതായിപ്പോയി. പോയിടത്തുനിന്ന് പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ലല്ലോ. ഈ ദിവസങ്ങളിൽ നാവ് അത്ര വലിയ ഉപദ്രവം ചെയ്യുന്ന ഒരു അവയവമാണ്. നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ കാട്ടുതീ പോലെ അത് കത്തി ചാമ്പലാവും, നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാക്കയെപ്പോലെ കറുത്തായിരുന്നു, അത് പിന്നീട് കാക്കയായി തീർന്നു, കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു വ്യക്തിയും ഒരു വാക്ക് കേട്ടിട്ട് കടന്നുപോയി പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിരോധാഭാസം കൂടെ കൂട്ടിച്ചേർക്കും. അത് കഴിഞ്ഞ് ആ വ്യക്തി അത് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ അതിനെ കഴിഞ്ഞ് അല്പം കൂടെ കൂടും. അത് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുമായി യാതൊരു ബന്ധവും കാണത്തില്ല. ഇതാണ് ഇന്നത്തെ സ്വഭാവവിശേഷം. എന്നാൽ കറുത്ത് ഛർദ്ദിച്ചു, കാക്ക പോലെ കറുത്തതായിരുന്നു, അവസാനം അത് കാക്കയെ ഛർദ്ദിച്ചെന്നാകുന്ന അവസ്ഥയിലേക്ക് പോകാതെ വണ്ണം നമ്മൾ ആരംഭത്തിലെ കടിഞ്ഞാണിടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സൂക്ഷിക്കുന്ന സൽഗുണപൂർത്തിയുള്ള പുരുഷനായി സ്ത്രീയായി മാറുവാൻ നമുക്ക് കഴിയും. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലുവാൻ കഴിയും. എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യയിലേക്ക് കടന്നുപോയത് നമുക്ക് മനസ്സിലാക്കാനിടയായിരുന്നു. ആവശ്യമില്ലാത്ത വാക്കുകളാണ് വ്യക്തികളെ ആത്മഹത്യയിലേക്ക് കിടത്തുന്നത്. അനേക ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച, അനേക ആത്മഹത്യക്ക് പല പ്രാവശ്യവും ശ്രമിച്ച വ്യക്തികളുമായി ഞാൻ പരിചയപ്പെട്ടിട്ടും അവരുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു 25% ആൾക്കാർ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിമിത്തം തകർന്നു പോയിട്ട് അത് കുത്തുവാക്കായി തീർന്നിട്ട് അത് സഹിക്കാൻ കഴിയാതെ, ദേശത്ത് നിൽപ്പാൻ കഴിയാതെ തൻ്റെ ജീവനെ ഒടുക്കുവാൻ തയ്യാറായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ട്, ഒരു നാവ് കൊണ്ട് വരുന്ന ദോഷം എത്ര വലുതാണ്. ഇതുപോലെ വാക്കുകൾ കൊണ്ട് തൻ്റെ ജീവനെ നശിപ്പിക്കുവാൻ, ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച നിരാശപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പഴയ നിയമ പുസ്തകമായ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ വചനം ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കാണാം. ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി എരിവോടെ പ്രവർത്തിച്ചവൻ, ധൈര്യശാലിയായി ആഹാബ് രാജാവിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് പറയുവാനുള്ള ധൈര്യം കാണിച്ചവൻ, കർമ്മേൽ പർവ്വതത്തിൽ യഹോവയുടെ തീയിറക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തന്നു. ആഹാബ് രാജാവിൻ്റെ രഥത്തിൻ്റെ മുന്നിൽ ഓടിയവൻ, എത്ര അത്ഭുതങ്ങൾ ചെയ്തവനായ ഏലിയാവ് ഇവിടെ ആഹാബിൻ്റെ ഭാര്യയായ ഈസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ വാക്ക് നിമിത്തം ഭയപ്പെട്ട് ഓടി ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായാലും,
എത്ര വലിയ ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടന്ന വ്യക്തികളാണെങ്കിലും ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ഇടിച്ചു കളയുവാൻ, അവൻ്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, അവൻ്റെ ജീവിതത്തെ തന്നെ തുലയ്ക്കുവാൻ വാക്കുകൾക്ക് കഴിയുമെന്ന് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്ത ഏലിയാവ് കേവലം ഒരു സ്ത്രീയുടെ വാക്കിന് മുന്നിൽ ഭയപ്പെട്ട് ഓടി ഒരു ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയിരുന്നിട്ട് പറയുകയാണ്, അയ്യോ യഹോവേ, എന്നെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ഭേദമല്ല. എത്ര ശോചനീയമായ അവസ്ഥയാണ്. ഒരു വ്യക്തിയെ മരിക്കാൻ ആഗ്രഹിക്കത്തക്കവണ്ണം ഇത്രമാത്രം ദൈവത്തോടടുത്തിരുന്ന ഒരു വ്യക്തിയെ, ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തതായ ഈ ഏലിയ പ്രവാചകനെ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, ഒരു രാജ്ഞിയുടെ വാക്കിന് മുന്നിൽ അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവൻ മുറിവേറ്റ് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇതുപോലെ അനേക വ്യക്തികളുടെ വാക്കുകൾ മുഖാന്തരം, സംസാരം മുഖാന്തരം, അപവാദ മുഖാന്തരം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയത് മുഖാന്തരം ഹൃദയത്തിൽ മുറിവേറ്റവരായി ഇനി എന്ത് ചെയ്യണം, മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ വചനം കേൾക്ക്. നിന്നെ അവിടെയും ഏലിയാവ് മരിക്കുവാൻ ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തിട്ട്, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് എന്ന് ചോദിച്ച് കനലിൽ ചുട്ടയാടയും കൊടുത്ത് അവനെ വീണ്ടും ധൈര്യപ്പെടുത്തി ഓടിപ്പിക്കുവാൻ, അനേക രാജാക്കന്മാരെ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. നാവ് അത് വളരെ ദ്രോഹം ചെയ്യുന്നത് അത്രേ. നാവ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ചെറുതെങ്കിലും മനുഷ്യരെ അത് കൊല്ലുവാനിടയായിത്തീരും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം, എൻ്റെ നാവുകൾ കൊണ്ട്, എൻ്റെ വായിലെ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ കഴിവിനെ അന്ന് പ്രശംസിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഞാൻ അവരുടെ നെഗറ്റീവ് വശങ്ങളെ കണ്ടുപിടിച്ച് അവരെ കൊല്ലുകയാണോ എൻ്റെ നാവ് കൊണ്ട് ചെയ്തത്? ഇന്ന് പകൽ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതത്രേ നാവ് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം എല്ലാറ്റിലും ദോഷമുള്ളത്. നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ ഞാൻ നിങ്ങൾക്ക് കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിൽ എഴുതും, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ, തൻ്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ, കൃപയോടുകൂടി ഇത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകളെ പറയുവാൻ, അനേകരുടെ അസ്ഥികളെ തണുപ്പിക്കുവാൻ, അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ ശുശ്രൂഷയിൽ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഒരു സൽഗുണപൂർത്തിയുള്ള ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് കഴിയും. ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ, നമ്മുടെ നാവുകളെ ഈ ദിവസങ്ങളിൽ നിയന്ത്രിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, നമ്മുടെ മക്കളെ ആയിക്കോട്ടെ, മറ്റുള്ളവരെ ആയിക്കോട്ടെ, നാവിൻ്റെ അധികാരം ഉപയോഗിച്ച് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നവരായി തീരട്ടെ. അനേക കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, ഓ അവൻ മണ്ടനാണ്, അവൻ കഴുതയാണ്, അവന് കഴിവില്ല, ബുദ്ധിയില്ല. നമ്മളിത് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ ശാപമിടുകയാണ്. അതേസമയം നാം ആ കുഞ്ഞിനെ വിളിച്ച് അനുഗ്രഹിക്കുന്നുവെങ്കിൽ, നിനക്ക് കഴിവുണ്ട്, നിനക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, അല്ലെങ്കിൽ നീ നല്ലവനാണ്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മുടെ വായ കൊണ്ട് പറയുന്നുവെങ്കിൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്. അതുപോലെ തന്നെ ഒരു ദൈവ വേല ചെയ്യുന്നവർക്ക് ആ വിശ്വാസികളുടെ മേൽ അധികാരമുണ്ട്. ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരമുണ്ട്. ആ ഭാര്യയെ നോക്കി എന്ത് വിളിക്കുന്നു? കഴുതയെന്ന് വിളിക്കുന്നുവോ? കേൾക്കുന്ന ആ ഭാര്യ ചിന്തിക്കുന്നത്, ഓ എനിക്കൊരു കഴുതയുടെ സ്ഥാനം എൻ്റെ ഭർത്താവ് തന്നിട്ടുണ്ട്, എനിക്ക് ബുദ്ധിയില്ലാത്തവളാണ്. എന്നാൽ അവളുടെ നന്മകൾ കണ്ട്, അവളുടെ ജീവിതത്തിലുള്ള സൽപ്രവൃത്തികളെ കണ്ട്, നല്ല പ്രവൃത്തികളെ കണ്ട് പ്രശംസിക്കുവാൻ നിൻ്റെ നാവിലൂടെ കഴിയുന്നുവെങ്കിൽ അത് നിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരും. ഭർത്താവിൻ്റെ സൽഗുണങ്ങളെ കണ്ടിട്ട് അവരെ ഒന്ന് പ്രശംസിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ, തകർന്നു വരുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ നാവിനെ നമുക്ക് ഉപയോഗിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച് സൽഗുണപൂർത്തിയുള്ള പുരുഷനായി, സ്ത്രീയായി, മക്കളായി, മാതാപിതാക്കളായി, കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.